ബംഗാളിലെ ചരിത്ര വിജയത്തോടൊപ്പം തന്നെ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 5 ഇടങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തലാണ് ബി.ജെ.പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷ പരിപാടികളാണ് ഡൽഹിയിൽ ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്ത് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും എല്ലാം പങ്കെടുത്തുകൊണ്ട് നൂറുകണക്കിന് ബി.ജെ.പി പ്രവർത്തകർ പങ്കെടുത്ത ആഘോഷ പരിപാടികൾ നടന്നു. ഒപ്പം ബംഗാളിൽ ഉൾപ്പെടെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്കും ബി.ജെ.പി കടക്കുകയാണ്. ബംഗാൾ മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്നതിന് വളരെ വേഗത്തിൽ തന്നെ ബി.ജെ.പി ഒരു കേന്ദ്ര നിരീക്ഷകനെ തീരുമാനിക്കും. തുടർന്ന് കേന്ദ്ര നിരീക്ഷകന്റെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ നിയമസഭാ അംഗങ്ങളുടെ യോഗവും ചേരും. അതിലായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിൽ ബംഗാളിന്റെ മുഖ്യമന്ത്രിയുടെ സാധ്യതാ പട്ടികയിൽ ഏറ്റവും ആദ്യമുള്ള പേര് സുവേന്ദു അധികാരി തന്നെയാണ്. നിലവിൽ ബി.ജെ.പിയുടെ ബംഗാളിലെ കരുത്തുറ്റ മുഖം, നിലവിലെ പ്രതിപക്ഷ നേതാവ്. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം പേരിലേക്ക് ബംഗാൾ ബി.ജെ.പി എത്തുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം അസമിലും മികച്ച വിജയമാണ് ബി.ജെ.പി കൈവരിച്ചിട്ടുള്ളത്. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ 3ാം തവണയും ഹാട്രിക് വിജയം ബി.ജെ.പി കൈവരിച്ചു. അവിടെ പിന്നെ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ മുഖ്യമന്ത്രിയായി തുടരും. ഒപ്പം അസമിലെ ബി.ജെ.പിയുടെ വിജയം വടക്കുകിഴക്കൻ മേഖലയിൽ തന്നെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന വിലയിരുത്തലാണ് നിലവിൽ ബി.ജെ.പിക്കുള്ളത്. അവിടെ വലിയ തിരിച്ചുവരവിന് കോൺഗ്രസ് ശ്രമം നടത്തിയെങ്കിൽ പോലും 20ൽ കൂടുതൽ സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഒരു നിർണായക ശക്തിയായി മാറാനോ അസമിന്റെ മണ്ണിൽ കോൺഗ്രസിന് സാധിച്ചില്ല. ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടന്നു. പക്ഷേ അത് സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാൻ തക്കവണ്ണ ഒരു രീതിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കേണ്ടത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. മുൻപ് വലിയ പ്രതാപം ഉണ്ടായിരുന്ന കോൺഗ്രസിനും CPM-നും 1-2 സീറ്റുകളിലേക്ക് മാത്രമാണ്, കോൺഗ്രസിന് 2 സീറ്റുകളും CPM-ന് 1 സീറ്റും മാത്രമാണ് ബംഗാളിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ ബി.ജെ.പിയുടെ ഒരു മുന്നേറ്റം, ഒരു തരംഗം തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യമായി ഭരണത്തിലേറുമ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ബംഗാളിന്റെ മണ്ണ് ബി.ജെ.പി പിടിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നു. തമിഴ്നാട്ടിൽ ഘടകകക്ഷികൾക്കൊപ്പം ചേർന്നുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. പുതുച്ചേരിയിൽ ബി.ജെ.പി സഖ്യത്തിന് വീണ്ടും ഭരണത്തിലേറാൻ സാധിക്കുന്നു. അത്തരത്തിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മികച്ച വിജയം നടത്താൻ സാധിച്ചു. മികച്ച മുന്നേറ്റവും മികച്ച പ്രകടനവും നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ബി.ജെ.പി ദേശീയ തലത്തിൽ തന്നെ വിലയിരുത്തുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലായിടങ്ങളിലെയും വോട്ടർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഭരണം പിടിച്ചിട്ടുള്ള ബംഗാളിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക്, മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളിലേക്കും ബി.ജെ.പി കടക്കുകയാണ്.